ചൈനയിലെ ഒരു കർഷകന് ഒരു കുതിരയുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കുതിരയെ കാണുവാനില്ല. അയൽക്കാരൊക്കെ ചേർന്ന് കർഷകനോട് സഹതാപം അറിയിച്ചു. അല്ലെങ്കിലും അതൊരു ആരോഗ്യമില്ലാത്ത കുതിരയായിരുന്നു. പോയത് പോകട്ടെ. കർഷകൻ പറഞ്ഞു, ചിലപ്പോൾ. പിറ്റേ ദിവസം രാവിലെ പോയ കുതിര 7 കാട്ടുകുതിരകളുമായി തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴും അയൽക്കാരൊക്കെ ഒത്തുചേർന്ന് പറഞ്ഞു, ഐശ്വര്യമുള്ള കുതിര, നിനക്ക് ഐശ്വര്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. കർഷകൻ അപ്പോഴും പറഞ്ഞു, ചിലപ്പോൾ. കാട്ടുകുതിരകളെ മെരുക്കുന്നതിനിടയിൽ കർഷകന്റെ ഏകപുത്രൻ കുതിരയുടെ മുകളിൽ നിന്ന് വീണ് കാലൊടിഞ്ഞു. അപ്പോഴും അയൽക്കാർ ഒത്തുകൂടി, വളരെ പ്രശ്നമുള്ള കുതിരയാണ്, നിനക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും കർഷകൻ പറഞ്ഞു, ചിലപ്പോൾ. പിറ്റേന്ന് പട്ടാളത്തിലേക്ക് യുവാക്കളെ പിടിച്ചുകൊണ്ടുപോകുന്നതിന് ചൈനീസ് പട്ടാളം വന്നു. കർഷകന്റെ വീട്ടിലും സന്ദർശിച്ചു. പക്ഷേ മകൻ്റെ കാലൊടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവനെ ഒഴിവാക്കി പട്ടാളം പോയി. അപ്പോൾ ജനങ്ങൾ ഒത്തുചേർന്നു. അയൽക്കാർ പറഞ്ഞു, വലിയ ഭാഗ്യം ചെയ്ത കുതിരയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്, നിനക്ക് വലിയ ഐശ്വര്യങ്ങൾ വരാൻ പോകുന്നു. നോക്കൂ, ഇന്ന് നിങ്ങൾക്ക് തിരിച്ചടിയായി തോന്നുന്ന കാര്യങ്ങൾ നാളെ വിജയത്തിലേക്ക് നയിച്ചേക്കാം. നിങ്ങൾ വിജയിക്കും എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾ പരാജയത്തിലേക്ക് എത്തിയിരിക്കാം. ഒന്നും വളരെ പെട്ടെന്ന് സംഭവിക്കുന്നില്ല. നിങ്ങൾ സമാധാനമായി ശാന്തമായിരിക്കുക. നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടായിരിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് വരുന്നതെന്നുള്ള വിശ്വാസത്തോടു കൂടി ദിവസങ്ങളെ നോക്കിക്കാണുക.